2019 കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ഋഷിരാജ് ഷാർജയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ വിസയിൽ വിദേശത്തെത്തിയ ഋഷി അതുപേക്ഷിച്ച് മറ്റൊരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം നടത്തി. ഇതിനുശേഷം ഇതുവരെ നാട്ടിൽ മടങ്ങിയെത്താത്ത ഋഷിയെക്കുറിച്ച് കഴിഞ്ഞ 1 വർഷമായി യാതൊരു വിവരവുമില്ലെന്നാണ് കുടുംബം പറയുന്നത്. പിതാവും സഹോദരനുമാണ് ഋഷിരാജിനെ കണ്ടെത്തി തരണമെന്ന ആവശ്യവുമായി നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. ഋഷിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 27. എത്ര കൊല്ലമായി പോയി? 23 വയസ്സിൽ പോയതാ. 4 വർഷമായി. ആളവിടെ എവിടെ ഉള്ളതെന്ന് അറിയില്ല. ഷാർജയിലായിരുന്നു, ദുബായ് ഷാർജ. അവിടുന്ന് അതായത് കമ്പനി വിസക്ക് പോയതാ. 1 വർഷം അവിടെ പണിയെടുത്ത് തന്നെ പുറത്ത് പോകുന്നത്. ഈ തലശ്ശേരിയുള്ള ഒരാളെ ഒന്നായിട്ട് എടുത്തു, ഇലക്ട്രീഷ്യനായിട്ടാ. അപ്പോൾ അവിടുന്ന് പഠിച്ചിട്ടുണ്ട് അയാൾ. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ITI കഴിഞ്ഞതാണ്, ഇലക്ട്രിക്കൽ. അപ്പോൾ അതിനുശേഷം അവിടുന്ന് 1 വർഷം മുമ്പേ മൂപ്പറിന്ന് പുറത്തു പോയി. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ പോയി. ഇയാളുടെ നിന്ന് പോയി. ഇയാളുടെ നിന്ന് 1 വർഷം മുമ്പേ ഇയാളുടെ ഈ നിന്ന തലശ്ശേരിക്കുള്ള ആളെ കൂടെ ഉള്ള സമയത്ത് അവിടുന്ന് വിട്ടതാണ്. ആ സമയത്തൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം യാതൊരു ബന്ധവുമില്ല. അതിന് ശേഷം അദ്ദേഹം അറിയുന്നതെന്ന് വെച്ചാൽ, പിന്നെ നമ്മളിത് ഇപ്പോൾ 1 വർഷത്തോളം ഇങ്ങനെ ഒരു വിവരമില്ലാതായിട്ട് 1 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ അവരങ്ങനെ വിളിക്കലും അവിടുന്ന് ആദ്യം വിളിക്കലും സ്ഥിരമായിട്ട് അങ്ങനെ 1 മാസം കഴിഞ്ഞാൽ വിളിക്കൽ, അങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ കാത്ത് ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നാദാപുരം DYSPക്ക് പരാതി കൊടുത്ത്. ആ സമയത്ത് അങ്ങനെ എന്നോടുക്കുമ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1 മാസത്തിനുള്ളിലായി ഒരു കത്ത് വരുന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ആക്സിഡൻ്റായ അതിൽ വക്കീൽ ഈ ആക്സിഡൻ്റായ ഒപ്പരമുള്ള ആളായിരുന്നു വിളിച്ചത്. അപ്പോൾ തൃശ്ശൂരിലുള്ള ആൾ തിരുവനന്തപുരത്ത് ഒരാൾ. അപ്പോൾ മൂപ്പര് ഏട്ടനാണ് കേസ് നടത്തിയത്. ആ ആക്സിഡൻറ്റിൽ കേസ് നടത്തി. അപ്പോൾ അതിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. കത്ത് ഇവന് ഈ ഋഷിരാജ് നാട്ടിലുണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് ഇവരയച്ചത്. അപ്പോൾ ഞാൻ തിരിച്ചപ്പോൾ കത്തിൽ ഞാൻ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഇവനും ഇവിടെ ഇല്ല, നമ്മളൊരു വർഷത്തോളമായി നമ്മളും അന്വേഷിക്കുന്നത്. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 കൊല്ലം മുമ്പേ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അതിൽ 3 ആൾക്ക് അപകടം പറ്റി, 1 ഇയാൾക്കും പറ്റി. അത് നിങ്ങൾ അറിയിച്ചില്ല. അപ്പം ഈ നമ്മൾ അറിയുന്ന ഇതാണ്, ഇവർ ഇങ്ങനെ സംഭവമുണ്ട്, ഇയാൾ അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ വക്കീലുമായിട്ട് ബന്ധപ്പെടുക അവിടെയുള്ള, അല്ല ഇയാളെ ഏട്ടനുമായിട്ട് ബന്ധപ്പെടണം എന്നായിട്ടാണ് കത്ത്. ഞാൻ നേരിട്ട് ഇയാളെ വിളിച്ച് നമ്മൾ നമ്പർ പറയണം. അപ്പോൾ അയാളാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അയാളും 6 മാസത്തോളമായി അവിടെ അന്വേഷിക്കുന്നത്. അവിടെ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടോ? അയാൾ പൊതുവെ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കാറില്ല. അയാൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ ഇപ്പോൾ 1 കൊല്ലമായിട്ട് വിളിക്കാനില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഇതായിട്ട് അവിടുന്ന് കടത്തിലായിരുന്നു പോയത്. ആൾക്ക് വേറെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടോ? മദ്യപാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതുകളോ? അത് എന്തുകൊണ്ടോന്നുള്ള അവിടെ നിന്നുള്ള ഇതെന്താന്നുള്ള അറിയില്ല. അല്ല, പൊതുവെ എങ്ങനെയുണ്ടോ? ഇവിടുന്ന് അങ്ങനെ അറിവില്ല. അങ്ങനെ അറിവില്ല. ഇവിടുന്ന് ITI കഴിഞ്ഞ് പിന്നെ അമ്മയായിട്ടൊക്കെ നല്ല അടുപ്പാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമായിട്ട് ഇവിടുന്ന് വിട്ടുപോയതിന് ശേഷം അങ്ങനെ ആരുമായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. എന്തായാലും പ്രശ്നമായിരുന്നു? പ്രശ്നം അവിടുന്ന് വിട്ടുപോകാൻ കാരണം ഒന്നുമില്ല, ഇവിടുന്ന് ജോലി തേടി പോയത് തന്നെയാണ്. ജോലി തേടിയിട്ട് ഇലക്ട്രിക്കൽ വിസയിൽ പോയത്, നല്ല വിസ കിട്ടിയോണ്ട് പോയതാണ്. ഇവിടുന്നല്ലേ ചോദിച്ചത്? അവിടെ പോയതിന് ശേഷം വലിയ കോണ്ടാക്ട് ആരുമായിട്ടില്ലായിരുന്നു. എന്താ കാരണം? നിങ്ങളായിട്ട് അതെവിടെയെന്ന് വെച്ചാൽ പൈസ കുറവാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പറടുത്ത് വിട്ടെന്നാ പറഞ്ഞത് അന്ന്. സ്വാഭാവികം. പൈസ കുറവ്, അപ്പം വേറെ പോയി എന്നുള്ളത്. ഈ ആക്സിഡൻ്റ് ആയ അയാളെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ആക്സിഡൻ്റ് കേസ് കൊടുത്ത മറ്റേ എതിർകക്ഷികളൊരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം, അതും പറഞ്ഞിരുന്നു. കേസ് കൊടുത്തുകൊണ്ട് ഇവർക്കെതിരെ. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ആൾ ആക്സിഡൻ്റ് പറ്റിയ ആളിങ്ങനെ നാട്ടിൽ പോയി നിൽക്കും, തൃശ്ശൂരുണ്ട്. കേസ് വിധിയായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇയാൾ എവിടെയാണ് യാതൊരു വിവരവുമില്ല. നാട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. ഈ നാട്ടിലെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വലിയ അത്ഭുതമല്ല, പ്രത്യേകിച്ച് നാദാപുരം പോലത്തെ ഒരു സ്ഥലത്ത്. ഷാർജയിലൂടെ ഒക്കെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു അതിനുള്ളത്. അങ്ങനെ അറിയാൻ കഴിഞ്ഞു. അന്വേഷണങ്ങളൊന്നും നടത്തിയില്ല. നിങ്ങൾ പരാതി കൊടുക്കലോ? അതിലിടയ്ക്ക് ഞാൻ വക്കീലിനെ വെച്ച് ഇയാൾക്ക് ഇന്ത്യ എംബസിക്ക് വേണ്ടിയിട്ട്
അയാൾ ഇതേ ഫോറിൻ മിനിസ്റ്റീരിയൽ ഓഫ് എന്തോ എന്നോട് അങ്ങനെ കൊടുത്ത് അതിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട് അയച്ചത്. അപ്പോൾ അതിൽ നിന്നൊരു ഒരു വിവരവും കിട്ടിയില്ല എന്നാണ് അയാൾ പറഞ്ഞു. ഈ കേസ് നടത്തിയ ആൾ പറഞ്ഞ എന്നോട് എംബസിക്ക് നിങ്ങൾ പരാതി കൊടുത്താൽ അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടും, അത് നമുക്ക് ഇവിടെ അയച്ചു തന്നാൽ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേഷൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ചെയ്തോളൂ. നിങ്ങൾ ആ വക അവർ പറഞ്ഞൊക്കെ ചെയ്തോളൂ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഒരു ക്ഷമ നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു ഇത് കൊടുത്തോളൂ, MP വഴിക്ക് കൊടുത്തോളൂ. MP ആരാ നിങ്ങളെ? ഷാഫി എന്നോട് കാര്യമായിട്ട് ഇടപെടാൻ പറയും കേട്ടോ. അവർക്കാണ് കൂടുതൽ ഇടപെടൽ ശേഷിയുള്ളത്. MP-മാർക്ക് ആണ് ഏറ്റവും ഈ വക കാര്യങ്ങൾ വിദേശത്ത് ഇടപെടാൻ MLA-മാർക്കല്ല കഴിവ് കൂടുതൽ, MP-മാർക്കാണ്. അവർക്കാണ് അതിനുള്ള പവറുള്ളത്. അപ്പോൾ അവരാണ് ഇടപെടേണ്ടത് കേട്ടോ. അവരോട് ഇടപെട്ടിട്ട് വേണ്ട ചെയ്യാൻ പറയാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളവിടെ വിളിച്ചിട്ടുള്ളത്. നമ്മളൊന്നും കൂടി ഒരു അഭ്യർത്ഥന, ഋഷിരാജ് ഒരു വർഷമായിട്ട് വീട്ടിലേക്ക് ഒരു വിവരമില്ലല്ലോ. ഒരു വിവരമില്ലാതെ മാത്രമല്ല, വീട്ടുകാരൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. നിങ്ങൾക്ക് കുറച്ച് പൈസ പാസ്സായിട്ടുണ്ട്, അതുപോലും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ വീട്ടിലൊന്നും അറിയിക്കാത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ, അതിൽ കുറച്ച് പൈസ പാസ്സായിട്ടുണ്ടെന്ന് ആ ഗ്രൂപ്പിൽ പെട്ട ആൾ പറയുന്നുണ്ട്. അതിന് നിങ്ങളെ കണ്ടു കിട്ടണ്ടേ? നിങ്ങളെ കണ്ടു കിട്ടിയാലല്ലേ ഇത് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് വേഗം പ്രത്യക്ഷനാവണം എന്നുള്ളതാണ്. നിങ്ങളവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള മൗനം വെടിഞ്ഞ് കുടുംബവുമായി ബന്ധം സ്ഥാപിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അത്തരത്തിലൂടെ മാത്രമാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുക, കുടുംബത്തിനും സമാധാനം ഉണ്ടാവുക. കഴിയുന്നതും വേഗം നാട്ടിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക. ബന്ധപ്പെട്ടവരെ ഫോൺ വഴിയോ മറ്റു രീതിയിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെയും വിളിച്ചാൽ ഞങ്ങൾ ഇതാക്കാം. ഞങ്ങളെ പ്രവർത്തകരുണ്ട് അവിടെ, അവരോടും അഭ്യർത്ഥിക്കുന്നത് രാജിനെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ്. അതാണ് അതിനായിട്ട്